എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ശരണ്യയുടെ അച്ഛനും അതുപോലെ ഓമനക്കുട്ടനും എല്ലാവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ വിളമ്പി കൊടുക്കുന്നുണ്ട്. അന്നേരം ഓമനക്കുട്ടൻ ചോദിക്കും, അവളെന്തിയാ അവളെന്നാ ഭക്ഷണം കഴിക്കാൻ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ, നിരാഹാരമാണ്, അലീനെ കണ്ടിട്ട് ഇനി ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിരാഹാരം ഇരിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം അമ്മ ഇങ്ങനെ കൊഞ്ചിക്കുന്നതുകൊണ്ടാണ് ഒരു വടി ഇങ്ങെടുത്തുകൊണ്ട് പോവാ, 2 തല്ല് കൊടുത്ത് അവളെ മര്യാദയെ പഠിപ്പിക്കാൻ എനിക്കറിയാം എന്ന് ഓമനക്കുട്ടൻ പറയുമ്പം ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, നീ ആ രീതിയിലൊന്നും പെരുമാറേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളാണ്, മനസ്സിൽ എന്തെങ്കിലും തോന്നി വല്ല അവിവേകവും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല എന്ന് പറയുമ്പോൾ അവൾ എന്നാ ചെയ്യുമെന്നാണ് അമ്മ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, അവിടെ അടുത്ത് ഏതോ ഒരു വീട്ടിലെ പെൺകുട്ടീനെ ഇങ്ങനെ ആങ്ങളെ വഴക്ക് പറഞ്ഞു, അതിൻ്റെ സങ്കടത്തിൽ ഫാനെ കയറി തൂങ്ങിയെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കരുത്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ചാകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുൻപും പിൻപും ഒന്നും ചിന്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഓമനക്കുട്ടന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ, അമ്മ അവളെ പൊതിഞ്ഞു വെച്ചോ, അങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നൊക്കെ പറയും. അന്നേരം ശരണ്യയുടെ അമ്മ പറയും, നീ വിഷമിക്കാതെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിൻ്റെ അച്ഛൻ എവിടെ ഇല്ലേ, അച്ഛനൊരഭിപ്രായം പറയട്ടെ എന്ന് പറയും. എന്നിട്ട് ചോദിക്കുവാണ് അച്ഛനോട്, ശരണ്യ കൂട്ടി ഒന്ന് അലീനെ കാണാൻ പോകാവോ എന്ന്. അച്ഛൻ പറയും, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല പോകാൻ, ഞാൻ പോകത്തില്ല എന്ന്. അത് കഴിഞ്ഞ് ഓമനക്കുട്ടനോട് ചോദിക്കുവാണ്, എടാ നിനക്കൊന്ന് പോകാൻ പറ്റുമോയെന്ന്. എന്നിട്ട് എൻ്റെ പട്ടി പോകും എന്ന് പറഞ്ഞ് ഓമനക്കുട്ടന് ഭയങ്കര ദേഷ്യമാണേ. അന്നേരം ഇവരുടെ എല്ലാം ഇളയ സഹോദരനുണ്ടല്ലോ, അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ, ആ പൊട്ടൻ്റെ കൂടെയോ, വീട് എവിടെയാ, ഏത് സ്ഥലത്താണ് എന്നൊന്നും അറിയാതെ അവൻ്റെ കൂടെ അവളെ പറഞ്ഞു വിടാനോ അമ്മ എന്നത് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അലീന വീടിരിക്കുന്ന ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫോണിൽ, അത് നോക്കി പോകാമല്ലോ എന്ന് പറയുക. അന്നേരം ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഈ ഫോണാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അവളുടെ ജീവിതം പോലും തൊലച്ചത് അതാണ്, അത് മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാണ്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, വേറെ ആരെയും വിടണ്ട, അമ്മ തന്നെ അവളെ പൊക്കിക്കൊണ്ട് പൊക്കോ എന്ന്. ഏതായാലും ഓമനക്കുട്ടൻ ദേഷ്യപ്പെട്ട് അങ്ങ് എഴുന്നേറ്റ് പോയി കഴിയുമ്പം അച്ഛൻ പറയുന്നുണ്ട്, എന്നാൽ അവൻ പറയുന്ന പോലെ ചെയ്യേന്ന്. അന്നേരം അവൻ പറയുന്ന പോലെ ചെയ്യാനോ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, നീ അവളെ കൂട്ടി എന്നാൽ അവിടെ വരെ പോകും, വേണേ ആ ഷാജിനെ വിളിച്ചു, ഷാജിക്ക് വീട് അറിയാലോ എന്ന് പറയുവാണ്. അന്നേരം അമ്മയ്ക്ക് ഭയങ്കര പേടിയെ, അയ്യോ ഞാൻ എങ്ങനെ പോകാനാ, ഞാൻ പോയാൽ ശരിയാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇന്ന് പോകണ്ട, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി, സൗകര്യം പോലെ പോയി കാണാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ. പിന്നെ രേവതിക്കുട്ടിയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങരുത് എന്ന് മാമച്ചായനോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം നടന്ന് ഒന്ന് ഭക്ഷണമൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് രേവതിക്കുട്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷേ മാമച്ചായൻ അത് കഴിയില്ല. ഭക്ഷണം കഴിച്ച ഉടനെ കുറച്ച് ചിപ്സൊക്കെ എടുത്തുകൊണ്ട് പോയി വണ്ടിക്കകത്ത് AC ഇട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഇടയ്ക്ക് ചിപ്സൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നേ. രേവതിക്കുട്ടി അന്വേഷിച്ച് നടന്നിട്ട് കാണാതെ ആകുമ്പം പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ഗ്രേസിയമ്മയോട് മാമച്ചായനെ കണ്ടോ എന്ന് ചോദിക്കും, കണ്ടില്ലെന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മയുടെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കുക. അന്നേരം ഫോണും കൊണ്ടാണ് വണ്ടിയിൽ കയറിയിരിക്കുന്നത്, ഫോണും കാണാം ചിപ്സും തിന്നാം, അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുകയും ചെയ്യാമല്ലോ, AC ഇട്ടിട്ടുണ്ട് വണ്ടിക്കകത്ത്. ഏതായാലും ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് ചെയ്യുമ്പോഴേക്കും മാമച്ചായൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രേവതിക്കുട്ടിയും ഗ്രേസിയമ്മയും കണ്ടുപിടിച്ച് കയ്യോടെ ചിപ്സും എല്ലാം കണ്ടുപിടിക്കും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇപ്പോൾ റൂമിലേക്ക് പോക്കോ, ഇതിനുള്ള ശിക്ഷാ നടപടിയായിട്ട് ഞാൻ പുറകെ വന്നോളാം എന്ന്. ഗ്രേസിയമ്മയും വഴക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് കയറി വരുന്ന രേവതിക്കുട്ടി അലീനെ വിളിക്കുവാണ്. എന്നിട്ട് മാമച്ചായൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നേരം നീ അവിടുത്തെ ആരാന്ന് നിൻ്റെ ഭാവം എന്ന് അലീനെ തിരിച്ചു ചോദിക്കും. അന്നേരം രേവതിക്കുട്ടി പറയും, ഞാൻ ഇവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജ്ഞിയാണ്, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇവിടെ 2 എണ്ണം ഉള്ളതുങ്ങളെ കൊണ്ട് ഞാൻ മടുത്തു, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയ്ക്ക് എങ്ങനെയാണ്, സുഖമായോ എന്നൊക്കെ ചോദിക്കുമ്പം, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, ബെഡ് റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെയാണ് എൻ്റെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത്, എന്നെ നന്നായിട്ട് അവർ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം, ഇപ്പം നോക്കാനൊക്കെ വേറെ ആൾക്കാരായല്ലോ, ഇനിയിപ്പോൾ എൻ്റെ ഒന്നും ആവശ്യമില്ലായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഞാൻ അടുത്ത ദിവസം എന്നെങ്കിലും മാമച്ചാനെയും ഗ്രേസിയമ്മയും കൂട്ടി അലീന ചേച്ചിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് എന്ന്. അങ്ങനെ അലീന പറയും, വേണ്ട കേട്ടോ, എനിക്ക് പനിയായിട്ടിരിക്കുമ്പോൾ ഇപ്പം ഇങ്ങോട്ട് വരണ്ട, വെറുതെ എന്തെങ്കിലും മാമച്ചായനെ കഷ്ടപ്പെടുന്നത്, അദ്ദേഹത്തിനും വയ്യാണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് എൻ്റെ പനി മാറിയ ഉടനെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുവാണ്. അന്നേരം രേവതിക്കുട്ടി, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയൂന്നേ, ചുറ്റും നിൽക്കാൻ ഇപ്പം കൃഷ്ണമോളുണ്ട്, ബബിതമോളുണ്ട്, രോഹിമോനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്നെ അങ്ങ് കണ്ണി പിടിക്കത്തില്ലായിരിക്കും എന്നൊക്കെ പറയുമ്പം, നീ എന്നതാടി ഈ പറയുന്നേ, അവരെ പോലെയാണോ നീ എനിക്ക്, നീ അല്ലേ എൻ്റെ തങ്കക്കുടം എന്നൊക്കെ പറയുമ്പോൾ, പറച്ചിലിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതൊക്കെ എന്നിങ്ങനെ പറയും. അന്നേരം നീ ഇങ്ങനെ കുശുമ്പ് കാണിക്കരുത് കേട്ടോ എന്ന് അലീന പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ കുശുമ്പൊന്നും കാണിക്കുന്നില്ല, പനി കഴിഞ്ഞ് ഉടനെ ഇവിടെ വരണം, എന്നിട്ട് നമുക്ക് ചിന്നുമോളെ ഒന്ന് പോയി കാണണം, അങ്ങനെയൊക്കെ നടക്കുവാണെങ്കിൽ എൻ്റെ കുശുമ്പ് ഞാനങ്ങ് മാറ്റി വയ്ക്കാമെന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ, എനിക്ക് പനി മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടി എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി
എന്നിട്ട് പറയുക, ചുമ്മാ പറയുന്നില്ല കേട്ടോ, എൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട്, എൻ്റെ സ്നേഹം ഷെയറായി പോകുമോ എന്ന് ഓർത്തിട്ട്, അതുകൊണ്ട് പറയുന്നതാ എന്ന് പറയും. അന്നേക്ക് ഇത് കേട്ടോണ്ട് ഗ്രേസിയമ്മ അങ്ങോട്ട് വരും. അപ്പോൾ ഗ്രേസിയമ്മ ആരാന്ന് ചോദിക്കും. പിന്നെ അലീനയോട് കുറേ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീന പറയും കേട്ടോ, പനി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന്. എന്നിട്ട് എത്രയും പെട്ടെന്ന് നീങ്ങോ അന്നെ, നിന്നെ കാണാതെ ഇനി ഒരുപാട് നാൾ ഇവളിവിടെ പിടിച്ച് നിൽക്കില്ല, ഞങ്ങൾക്ക് സൗകര്യം തരികയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗ്രേസിയമ്മയും ഫോം വയ്ക്കുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് അലീനയോട് വന്നേക്കണം എന്നൊക്കെ ഒന്നുകൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് രേവതി ഫോം വയ്ക്കുന്നു. പിന്നെയും കാണിക്കുന്നത് ശരണ്യയുടെ വീടാണ്. ശരണ്യേനെയും അതുപോലെ അമ്മയും കൂടി അലീനയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഷാജിയോട് പോയി പറഞ്ഞു. ഷാജി റെഡിയായി നിൽപ്പുണ്ട്. ആ കാര്യം പറയാൻ വേണ്ടി ശരണ്യയുടെ ചേട്ടൻ വരുന്നുണ്ട്. എന്നിട്ട് ഇവർ എന്തെടുത്തുകൊണ്ടിരിക്കും, അവിടെ ഷാജിയേട്ടൻ റെഡിയായിട്ട് നിൽക്കുവാണ്, ഒരു ഓട്ടവും കളഞ്ഞിട്ട് നിൽക്കുന്നത്, പെട്ടെന്ന് ചെല്ലാൻ പറ എന്നൊക്കെ പറയും. എന്നിട്ട് ശരണ്യയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്, അവളുടെ താളത്തിനൊത്ത് തുള്ളേണ്ട വല്ല കാര്യമുണ്ടോ, കണ്ട മുതലാളിമാരുടെ വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിട്ടിട്ട് എന്ത് കാണിക്കാനാ, അല്ലെങ്കിൽ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് നമ്മൾ മൊഴിമാറ്റി പറഞ്ഞത് എന്ന് പലരും പറയുന്നുണ്ട്, ഇതുകൂടി ആകുമ്പോൾ പൂർത്തിയാകും എന്ന് പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട്, എടാ നമ്മൾ അങ്ങനെ പലരും പറയുന്നതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകുകയില്ല, അവൾ പട്ടിണി കിടക്കുന്നത് നീയും കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അവൾ പട്ടിണി കിടന്നു എന്ന് കരുതി ഇതൊന്നും സാധിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല, അച്ഛന് ധൈര്യമില്ലാഞ്ഞിട്ടാ എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് അച്ഛന്. അച്ഛൻ പറയും, എങ്കിലേ നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി അവളെ അങ്ങ് നന്നാക്ക്, നിനക്ക് ഇതുപോലൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ എന്താണ് എൻ്റെ മനസ്സ് എന്നും പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും ദേഷ്യപ്പെടുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അകത്തുനിന്ന് ശരണ്യയുടെ അമ്മ ഇറങ്ങി വരും ആദ്യം. എന്നിട്ട് എന്താ ഇവിടെ അച്ഛനും മോനും തമ്മിൽ ഒരു തർക്കം എന്ന് ചോദിക്കുമ്പം അച്ഛൻ പറയുന്നുണ്ട്, ഇവന് തീരെ ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾ അലീനെ കാണാൻ അങ്ങോട്ട് പോകുന്നത്, അതിൻ്റെ ദേഷ്യം അവനീ കാണിക്കുന്നതെന്ന് പറയുമ്പം ഈ ഒരു തവണത്തേക്കല്ലേ ഉള്ളൂ, പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം, ഇതിപ്പോൾ അവൾ പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്, അവളിങ്ങനെ പട്ടിണി ഇരിക്കുമ്പോൾ അതെങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എന്തെങ്കിലും ശരണ്യ ഇറങ്ങി വരും. അന്നേരം ഓമനക്കുട്ടൻ ശരണ്യയോട് പറയുന്നുണ്ട്, അവിടെ പോയി ഒരുപാട് നേരം തത്തി നിന്നേക്കരുത്, പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം, ഇനി മേലാൽ ഇതുപോലത്തെ പരിപാടി ചെയ്തേക്കരുത് എന്നൊക്കെ ശരണ്യയ്ക്ക് ഒരു വാണിങ്ങും കൊടുക്കുന്നുണ്ട് ഏട്ടൻ. അത് കഴിഞ്ഞ് തുളിച്ചാടി അകത്തേക്ക് പോകും. അത് കഴിയുമ്പോൾ അച്ഛൻ പറയും, ഏതായാലും നിങ്ങൾ പോകാൻ ഇറങ്ങിയതല്ലേ, ഷാജി നോക്കി നിൽക്കുക, പെട്ടെന്ന് ചെല്ലുക, എന്നിട്ട് ഒരുപാട് സമയം അവിടെ നിൽക്കാതെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം എന്നും പറയും. അങ്ങനെ അവരവിടുന്ന് പോരുവാണ്. അങ്ങനെ അവർ അലീനയുടെ അടുത്തേക്ക് എത്തുന്നു, അവിടെ വീട്ടിലോട്ട് എത്തുന്നു. വീട്ടിൽ വന്നിങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ശരണ്യയുടെ അമ്മയും ഈ വീട് മൊത്തത്തിലൊന്ന് നോക്കുന്നത്. വലിയ വീടാണല്ലോ, ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം ഷാജി ചോദിക്കും, എന്താ ഈ നോക്കി നിൽക്കുന്നത്, അങ്ങോട്ടേക്ക് ചെല്ല്, അലീനെ കാണാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും വലിയ വീടല്ലേ, ഇത്രയും വലിയ മുതലാളിമാരുടെ അടുത്തൊക്കെ നമ്മൾ വന്നാൽ ശരിയാകുമോ ഷാജി, ഞങ്ങൾക്ക് തന്നെ പോകാൻ ഒരു പേടിയാണ്, ഷാജിയും കൂടെ വരാവോ ഞങ്ങളുടെ കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത്രയ്ക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്, നമുക്ക് പോകാമെന്ന് പറയും. അന്നേരം നമ്മൾ മുതലാളിമാരെ കാണാനല്ലല്ലോ വന്നത്, അലീന ചേച്ചി കാണാനല്ലേ, അലീന ചേച്ചിക്ക് നമ്മളെ അറിയാലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് ശരണ്യ ചോദിക്കും. അന്നേരം ഷാജി പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, എനിക്ക് ഈ മുതലാളിമാരുടെ രീതികളും ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പണത്തിൻ്റെ മേലെ കിടന്ന് ഞൊളയ്ക്കുന്ന മുതലാളിമാരെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെയാണ് ഷാജി പറയുന്നത്. പിന്നെയും പേടിച്ച് നിൽക്കുവാണ് ശരണ്യയുടെ അമ്മ. അന്നേരം ഷാജി പറയുന്നുണ്ട്, നമുക്ക് ആ വരാന്തയിലേക്ക് കയറി നിൽക്കാം, ഞാൻ കോളിംഗ് ബെൽ അടിക്കാം, അവരാരെങ്കിലും ഇറങ്ങി വരുമോ നമുക്ക് നോക്കാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഷാജി കോളിംഗ് ബെൽ അടിക്കാനായിട്ട് അങ്ങ് പോകുന്നു. കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പം അകത്ത് കറക്റ്റ് ആ സ്ഥലത്ത് സ്റ്റെയർ ഇറങ്ങി വന്ന് നിൽക്കുന്നത് രോഹിത. അന്നേരം രോഹിത് ചുറ്റും നോക്കുമ്പോൾ വേറെ ആരുമില്ല, അതുകൊണ്ട് രോഹിത് തന്നെ ഡോറ് തുറക്കാനായിട്ട് വരുവാണ്. അന്നേരം പുറത്ത് നിന്ന് ശരണ്യ പറയുന്നുണ്ട്, ആരോ നടന്നു വരുന്നുണ്ട്, ശബ്ദം കേൾക്കാമെന്ന്. വാതിൽ തുറന്നിട്ട് രോഹിത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ. ശരണ്യ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതിന് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് പയ്യെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. എന്നിട്ടും ഇങ്ങനെ മുഖത്ത് രക്തപ്രസാദം ഇല്ലാത്ത പോലെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അന്നേരം ഒരു നല്ലൊരു പാട്ടുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുവേ. എന്നിട്ട് ശരണ്യ അങ്ങോട്ട് കയറി നിന്നിട്ട്, ഞാൻ ശരണ്യ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അറിയാമെന്ന് പറയും. ഈ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് രണ്ടുപേരുടെയും മനസ്സിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം രോഹിത് ശരണ്യയോട് ചോദിക്കുക, എന്താ ഇവിടെയെന്ന്. അന്നേരം ഞാൻ അലീന ചേച്ചിയെ കാണാൻ വന്നതാ, ഞാൻ വരുന്ന അലീന ചേച്ചിയോട് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, വാ അകത്തേക്ക് വരാ എന്ന് പറയും. അന്നേരം വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറയുമ്പം, അകത്തേക്ക് വരാതെ എങ്ങനെയാണ് അലീന ചേച്ചിയെ കാണുന്നത്, അലീന ചേച്ചി പനിയായിട്ട് കിടക്കുമല്ലേ, നിങ്ങൾ അകത്തേക്ക് വാ, പേടിക്കൊന്നും വേണ്ട എന്ന് പറയുവാണ് രോഹിത്. അന്നേരം അവരകത്തേക്ക് പോകുന്നു. അന്നേരം അതിനിടയ്ക്ക് ശരണ്യയുടെ അമ്മ ഷാജിയെ വിളിക്കുന്നുണ്ട്, ഷാജിയും കൂടെ വാ എന്ന് പറഞ്ഞ്. അന്നേരം നിങ്ങൾ അകത്തേക്ക് പോകും, ഞാൻ പുറകെ വന്നോളാം എന്ന് പറയും. ഇവർ അകത്തേക്ക് പോയി കഴിയുമ്പം ഷാജി ഫോൺ എടുത്തുകൊണ്ട് വണ്ടിയിലേക്ക് പോകട്ടോ, വണ്ടിയിൽ പോയിരിക്കാൻ വേണ്ടി. ഏതായാലും അകത്ത് കയറിയതിന് ശേഷം രോഹിത് അവരോട് വന്നിരിക്കുക എന്ന് പറയുക. അന്നേരം ചുറ്റും നോക്കിയിട്ട് ആകെ വിഷമമാണ് അവർക്ക്. ഇവിടെ വേറെ ആരും ഇല്ലേ, അലീനെ കാണണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പം, അലീന ചേച്ചിയെ കാണിച്ചു തരാം, നിങ്ങളിവിടെ വന്ന് ഇരിക്കേ, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. ഏതായാലും അവരത്രയും പറഞ്ഞതല്ലേ, അവനത്രയും പറഞ്ഞതല്ലേ, അതുകൊണ്ട് ശരണ്യയും അമ്മയും കൂടെ വന്നിങ്ങനെ സോഫയിലിരിക്കുന്നുണ്ട്. സോഫയിലിരുന്ന് കഴിയുമ്പോൾ അവരുടെ മുഖമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തെളിയുക വെച്ചാൽ അത്രയും നല്ല പതുപതുത്ത സോഫയിൽ
അന്ന് അവരിരുന്നിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു ഭാവമാറ്റം അവരുടെ മുഖത്തുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുമ്പം രോഹിത് ചോദിക്കും, ആ പുറത്ത് നിൽക്കുന്ന ഓട്ടോക്കാരൻ്റെ പേരെന്താ എന്ന് ചോദിക്കും. അന്നേരം ഷാജി എന്നാ പറയുമ്പം, അതാണോ ആലീന ചേച്ചിയെ രക്ഷിച്ച ഷാജിയേട്ടൻ എന്ന് ചോദിക്കുമ്പം, ആ ആൾ തന്നെയാണെന്ന് പറയുമ്പോൾ, എന്നാൽ നേരത്തെ പറയണ്ടേ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് രോഹിത് ഷാജിയെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. അന്നേരം ഈ ശരണിക്കും അമ്മയ്ക്കും ആകെ ഒരു വെപ്രാളമാണ്, വലിയ വീട്ടിൽ വന്ന് കയറിയതിൻ്റെ ഒരു വിഷമം. അന്നേരം ശരണിയോട് പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു അല്ലേ, ക്ഷണിക്കപ്പെടാത്തടുത്ത് വന്നതുപോലെ ഒരു തോന്നല, എന്തോ ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിനിടയ്ക്ക് അമ്മ പറയുന്നുണ്ട്, ലീനേനെ ഇവരെല്ലാവരും ചേച്ചി എന്നാണോ വിളിക്കുന്നത്, ആ ചെറുക്കൻ കൊച്ചും ചേച്ചി എന്നാണല്ലോ വിളിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം ശരണി പറയും, പ്രായക്കൂടുതൽ കാണില്ലേ അതുകൊണ്ടായിരിക്കുമെന്ന്. ഏതായാലും രണ്ടുപേരൂടെ ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ബബിത പോയി ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ശരണ്യ വന്നിട്ടുണ്ട് എന്ന്. അന്നേരം അവരിങ്ങോട്ട് വന്നോ എന്നിങ്ങനെ ഒരു ഞെട്ടലോടെയാണ് ചോദിക്കുന്നത് ബാലേന്ദ്രൻ. അതുപോലെ കൃഷ്ണമോള് പോയി നമ്മുടെ വൈജയന്തിയോടും പറയുന്നുണ്ട്, അതിന് ഒരു മനുഷ്യനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അന്നേരം അവിടെ കിടന്ന് ചൊറിയാൻ തുടങ്ങും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ, ആ പെങ്കൊച്ച് കോടതിയിൽ കയറി സത്യം പറഞ്ഞതുകൊണ്ടാണ് അമ്മയുടെ മോൻ മാന്യനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഒന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ഇനി നാളെ വേറെ പൊട്ടിക്കറി നടക്കുമോ എന്നറിയില്ല. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ശരണ്യയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോളെ, നീ അന്ന് കോടതിയിൽ കയറി സത്യം പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മകൻ രക്ഷപ്പെട്ടത്, അതിന് നന്ദിയുണ്ട് എന്നിങ്ങനെ പറയുന്നതും കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.